CPM-നെ സംബന്ധിച്ചിടത്തോളം തളിപ്പറമ്പ് അവർക്ക് എല്ലാ അർത്ഥത്തിലും പരിശോധിക്കേണ്ട ഒരു കാരണം, ഒന്ന്, കണ്ണൂരിനകത്ത് അവിടുത്തെ ജില്ലാ നേതാക്കൾക്കിടയിലും സംസ്ഥാന നേതാക്കൾക്കിടയിലും സമീപകാലത്തുണ്ടായിട്ടുള്ള പല ഭിന്നതകളും വിയോജിപ്പിൻ്റെയും ഒരു അനന്തരഫലമാണ് TK ഗോവിന്ദൻ്റെ ഈ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം എന്നുള്ളതാണ്. TK ഗോവിന്ദൻ ഏതെങ്കിലും സാഹചര്യത്തിൽ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് CPM കരുതുന്നത്. ഇപ്പം TK ഗോവിന്ദൻ CPM-ൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. ഏറെക്കാലം അവരുടെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുകയും ഒക്കെ നല്ല സ്വാധീനം ഉണ്ടാക്കിയെടുത്ത ഒരു നേതാവാണ്. അദ്ദേഹമാണ് അപ്രതീക്ഷിതമായി പോയി UDF-ൻ്റെ ഒരു സ്ഥാനാർത്ഥിയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ തളിപ്പറമ്പ് മാത്രമല്ല, പയ്യന്നൂരിലും നമ്മളത് കണ്ടതാണ്. അപ്പം കണ്ണൂരിൽ നിന്നും സാധാരണ എപ്പോഴും CPM-നെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് അവരുടെ എല്ലാ അർത്ഥത്തിലും അവരൊരു ഉരുക്കുകോട്ട എന്ന് തന്നെയാണ് കണ്ണൂർ പറയാറുള്ളത്. ആലപ്പുഴ പോലെയുള്ള CPM-ൻ്റെ വലിയ ശക്തിയുള്ള സ്ഥലമാണെങ്കിലും, ആലപ്പുഴയാണെങ്കിലും പാലക്കാടാണെങ്കിലും അപ്പോൾ വിഭാഗീയതകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ കണ്ണൂർ എന്ന് പറയുന്നത് മിക്കവാറും സംഘടനാ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് വലിയ അച്ചടക്ക ലംഘനങ്ങൾ ഉണ്ടായാൽ പോലും അതിനെ നേരിടാൻ കഴിയുന്ന തരത്തിലുള്ള ശക്തി അവർക്കുണ്ട്. പക്ഷേ അപ്രതീക്ഷിതമായി TK ഗോവിന്ദനെ പോലെയുള്ള ആളുകൾ വരുന്നു, അവിടെ മത്സരിക്കുന്നു, ഒരു സാഹചര്യമുണ്ട്. അപ്പം അവിടെ എല്ലാ അർത്ഥത്തിലും വിജയിക്കേണ്ടത് CPM-ൻ്റെ കൂടി ഒരു ഉത്തരവാദിത്തമാണ്. കാരണം അതല്ല എങ്കിൽ കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്ന് CPM-ന് തന്നെ അറിയാം. അപ്പോൾ ആ രീതിയിൽ തന്നെയുള്ള പ്രവർത്തനമായിരിക്കും CPM-ൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുക.